രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ്, നമ്മുടെ നാട്ടിൽ ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നത്? പുരുഷന്മാർക്കുള്ള അവകാശങ്ങളൊക്കെ നിങ്ങൾ മുന്നേ തന്നെ നേടിയെടുത്തതല്ലേ? ഇനി ഇതിനു മേലെ എന്ത് അവകാശങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്? സീരിയസ്ലി, ഞാനൊരു സ്ത്രീയാണെന്നിരിക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂട്ടുകാരെ. അപ്പൊ തീർച്ചയായിട്ടും ആണുങ്ങളെ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും കേട്ടോ. എന്റെ പ്രിയപ്പെട്ട ആൺ സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് നിങ്ങൾ മറ്റു പെൺകുട്ടികളോട് വഴക്കിടാനോ അടികൂടാനോ നിൽക്കരുത് കേട്ടോ. ഇപ്പോ ഒരു ചെറിയൊരു മൊബൈൽ ഫോൺ മതി നിങ്ങളെ അങ്ങ് കുടുക്കിലാക്കാൻ. സമൂഹത്തിൽ ആൺ പെൺ വ്യത്യാസങ്ങളില്ലാതെ തെറ്റ് ചെയ്യുന്നവരും ശരി ചെയ്യുന്നവരും ഉണ്ട്. എന്നാൽ ഒരു നിരപരാധി പോലും കുറ്റക്കാരാവരുത്. ഇപ്പൊ കണ്ടുവരുന്ന പ്രവണത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയവയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില കഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന പരിപാടിയുണ്ട് കേട്ടോ. ആക്ച്വലി ചേട്ടന്മാരെ, നിങ്ങളത് ചെയ്ത് കാണത്തില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പെണ്ണിന് റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കഥാപാത്രമായി നിങ്ങളവിടെ നിന്ന് കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ബസ്സിലോ ഓട്ടോയിലോ സ്കൂട്ടറിലോ ഇനി എന്തിൽ തന്നെ ആവട്ടെ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴും ഒന്ന് കരുതിയിരുന്നു കൊള്ളുക. 2 ദിവസം മുൻപ് നടന്ന ഒരു വീഡിയോ, അത് പ്രചരിച്ചതിന് ശേഷം ആ വ്യക്തിക്കുണ്ടായ മാനക്കേട്, നാണക്കേട് അത് മുതലാക്കി മറ്റേ വ്യക്തി ഒരുപാട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ വ്യക്തിയുടെ ജീവൻ നഷ്ടമായത് നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതിനെതിരെ രാഹുൽ ഈശ്വർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഞാനിവിടെ പറയാം. വ്യാജ വീഡിയോ, വ്യാജ പരാതി, ദീപക് ആത്മഹത്യ ചെയ്തു. മുഖ്യമന്ത്രി, പോലീസ് DGP എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വനിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം. ദീപക് എന്ന യുവാവിന്റെ ആത്മഹത്യയുടെ വാർത്തകൾ മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്യാജ പരാതി, വ്യാജ വീഡിയോ ഒരു കുട്ടി പ്രചരിപ്പിച്ചത് കൊണ്ടാണ് എന്നാണ് വിശ്വസനീയമായ മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക് ആത്മഹത്യ ചെയ്തതിനാൽ BNS 108 വകുപ്പ് പ്രകാരം വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച പെൺകുട്ടിക്കെതിരെ അടിയന്തരമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദീപകിന്റെ കുടുംബത്തിന് നിയമസഹായം, സാമ്പത്തിക സഹായം എന്നിവ ലഭ്യമാക്കണം. ഞാൻ രാഹുൽ ഈശ്വർ, മെൻസ് കമ്മീഷൻ ആക്ടിവിസ്റ്റ് ആണ്. നിയമ സംവിധാനം അനുശാസിക്കുന്ന രീതിയിൽ എല്ലാ സഹായ സഹകരണവും നൽകാൻ തയ്യാറാണ്. ഇതാണ് രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് ആൺ സുഹൃത്തുക്കൾ മിണ്ടാതിരിക്കുന്നത്? ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാ തുറക്കണ്ടേ? ഒരുമിച്ച് നിൽക്കണ്ടേ? എവിടെയാണ് ഇനി നിങ്ങളുടെ ചുവട് പിഴയ്ക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക.